എല്ലാവർക്കും നമസ്കാരം. സ്മാർട്ട് ബൈ പ്രോപ്പർട്ടീസിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങളെ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ മുറിയാട് പഞ്ചായത്തിൽ ഊരകം എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഊരകം പള്ളീൻ്റെ തൊട്ട് പിന്നിലാണ്. ഏകദേശം ഒരു 100 മീറ്റർ ദൂരത്തിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. ഈ പ്രോപ്പർട്ടി മൊത്തത്തിൽ 6 സെൻറ്റ് സ്ഥലം, അതിൽ ഏകദേശം 1260 സ്ക്വയർ ഫീറ്റിൽ പണിത 3 ബെഡ്റൂമുള്ള വീടാണ്. മുറ്റത്തിൽ ഇൻ്റർലോക്ക് ടൈൽസ് കൊടുത്തിട്ടുണ്ട്. എക്കാലത്ത് നന്നായിട്ട് വെള്ളം ലഭിക്കുന്ന ഏരിയയാണ്. വറ്റാത്ത കിണറാണുള്ളത്. ഫ്ലഡ് ഫ്രീ ഏരിയയാണ്. നമുക്ക് കിണറൊന്ന് കണ്ടു നോക്കാം. സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിനൊപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ പ്രോപ്പർട്ടി നമ്മുടെ ചാനൽ മുഖേന വീഡിയോ എടുത്ത് അഡ്വർട്ടൈസ് ചെയ്യാനോ വിൽക്കാനോ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ വിളിക്കേണ്ടതാണ്. പ്രോപ്പർട്ടിയുടെ ചുറ്റും മതിൽ പണിതിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് ഏകദേശം 2 വർഷത്തോളം പഴക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി തീർന്നിട്ടില്ല, കുറച്ച് പണി ബാലൻസ് ഉണ്ട്. വീടിൻ്റെ മെയിൻ ഡോറും കട്ടിലും ജനാലയും ഒക്കെ തേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉൾഭാഗം ഒന്ന് കണ്ടു നോക്കാം. എൻട്രൻസിൽ വരുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ്. താഴെ ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. ടൈൽസിൻ്റെ പോളിഷ് പണി തീർന്നിട്ടില്ല. മെയിൻ ഡോറ് തേക്കാണ്. കട്ട്ലിം ഡോറും തേക്കാണ് കൊടുത്തിരിക്കുന്നത്. എൻട്രൻസിൽ കയറി വരുമ്പോൾ ആദ്യം വരുന്നത് ഒരു ഹോൾ കം ലിവിംഗ് ലോട്ടാണ്. താഴെയൊക്കെ വെട്രിഫൈഡ് ടൈൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. ഒരു എബവ് ദി കൗണ്ടർ മോഡലാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് വന്നിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴെ വാനിറ്റി ക്യാബിനും കൊടുത്തിട്ടുണ്ട്. 2 ഷട്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഡോർ ഫിറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ ഫിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഭാഗത്താണ് വാഷ്റൂം കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വാഷ്റൂം തന്നെയാണ്. വാൾ ടൈലും ഫ്ലോറിംഗ് ടൈലും ഒക്കെ മാച്ചിങ് ടൈൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇവിടെയും ഡോർ ഫിറ്റ് ചെയ്തിട്ടില്ല. കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് വാഷ്റൂം കൊടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വാഷ്റൂം തന്നെയാണ്. വാൾ ടൈലും ഫ്ലോർ ടൈലും ഒക്കെ നല്ല മാച്ചിങ് ടൈൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് ഡൈനിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് റൂം ഈ ഭാഗത്താണ് വരുന്നത്. സീലിംഗിലൊക്കെ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സൗകര്യമുള്ള ഒരു ഡൈനിങ് സ്പേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഭാഗത്താണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് വാഷ്റൂം കൊടുത്തിരിക്കുന്നത്. മാച്ചിങ് ടൈൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്.
ഇനി നമുക്ക് കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. കിച്ചൻ്റെ എല്ലാ അപ്പർ ക്യാബിനറ്റിൻ്റെ ലോവർ ക്യാബിനറ്റിൻ്റെ വർക്കൊക്കെ തീർത്തിട്ടുണ്ട്. ഫെറോ സിമെൻ്റ് കൊണ്ടാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. ക്യാബിനറ്റിൻ്റെ ഷട്ടേഴ്സിന് കൊടുത്തിരിക്കുന്നത് PVC UV ലാമിനേറ്റഡ് പാനലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്ലോസി ഫിനിഷ് ഉള്ളതാണ്. ഇവിടെ ഡ്രോയേഴ്സും കൊടുത്തിട്ടുണ്ട്. താഴെ പ്ലേറ്റ് റാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് സിങ്കിനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ സ്ലാബ് വന്നിട്ട് L ഷേപ്പിലാണ് കിടക്കുന്നത്. കൗണ്ടർ ടോപ്പ് വന്നിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ പിൻഭാഗത്ത് ഒരു വർക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പുകയില്ലാത്ത വിറകടുപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ. ഇത് മൊത്തത്തിൽ 6 സെൻറ്റ് സ്ഥലം, അതിൽ ഏകദേശം 1260 സ്ക്വയർ ഫീറ്റിൽ പണിത 3 ബെഡ്റൂമുള്ള വീടാണിത്. ഇതിനാവശ്യപ്പെടുന്നത് 43 ലക്ഷം രൂപ. പ്രൈസ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ മൊത്തത്തിൽ പണി തീർത്ത് തരുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ വിളിക്കേണ്ടതാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് ഉടൻ കാണാം. അതുവരെയും വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒന്നുകൂടി നന്ദി, നമസ്കാരം. താങ്ക് യു വൺസ് അഗൈൻ.